ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. സമയം 9:07 ആയിട്ടുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. നമ്മുടെ ലെവൽസൊക്കെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഡെയിലി ക്യാനിലാണത്. ഡെയിലിയിൽ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസാണ്. മാർക്കറ്റ് ഒരു 51,364, അതൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയാണ്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ താഴേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ 51,874, ഇതിൻ്റെ മുകളിലാണ് വരുന്നതെങ്കിലും താഴേക്കായിരിക്കും. 50,865 താഴെയാണ് ഓപ്പൺ ആവുന്നതെങ്കിലായിരിക്കും ഞാൻ മുകളിൽ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും. ബാക്കിയെല്ലാം ഡൗൺ സൈഡിലേക്കായിരിക്കും. കാരണം ഓവറോൾ മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റത്തിലാണ് മാർക്കറ്റ്. അപ്സൈഡ് ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി നിങ്ങൾക്കറിയാം ബൈയിങ്ങിൽ പുട്ട് ഓപ്ഷൻസിനാണ് കുറച്ചും കൂടി ഇതുണ്ടാവുക. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയത് നമ്മുടെ അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലല്ല, 51,030 അതേ താഴെ ഏരിയയിലാണ്. അപ്സൈഡ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യലി താഴേക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി മാർക്കറ്റ് ഒന്നുകിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നുകിൽ താഴെ 50,865 അങ്ങോട്ട് വരികയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം. ഇനി ഇൻ കേസ് മുകളിലേക്ക് പോയിട്ട് 51,364 ലെവലിലാണ് ടാപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡിലേക്കും പ്ലാൻ ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയുടെ ഇനീഷ്യൽ പ്ലാൻ. നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഡെയിലി ടൈം ഫ്രെയിം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഓൾറെഡി വൺ ഡേ ഐഡിക്സ് എടുത്ത ഏരിയൻ്റെ ലോ ഏരിയയാണ് ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 23,822 റേഞ്ചിലൊക്കെ, 216 22 റേഞ്ചിലൊക്കെ. അതുപോലെ 50 മിനിറ്റ്സിലുണ്ട് അപ്സൈഡ്. 50 മിനിറ്റ്സിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് 23,992 അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യാം. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഓൾറെഡി എല്ലാ ഇതിൻ്റെയും താഴെയായിട്ട് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആയത്. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ നിഫ്റ്റിയിൽ അപ്സൈഡിലേക്കായിരിക്കും ബെറ്റർ. ഇനീഷ്യലി ഞാൻ അപ്സൈഡിലേക്കായിരിക്കും നിഫ്റ്റി പ്ലാൻ ചെയ്യുക. അത് ലിക്വിഡിറ്റി ഏരിയൻ താഴെയാണ് ഓപ്പൺ ആയതുകൊണ്ട്. ഇൻ കേസ് 23,992 മുകളിലാണ് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഞാൻ ഇനീഷ്യലി ഡൗൺ സൈഡായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. പക്ഷേ മാർക്കറ്റ് 9:09 ആയിട്ടുള്ളൂ, സമയമുണ്ട്, ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയതിന് ശേഷം നമ്മുടെ ഓപ്പർച്യൂണിറ്റി നോക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 9:29 ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്സൈഡ് എൻട്രിക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി 51,364 ടാപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാം. അതിന് മുമ്പ് നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് എൻട്രി വരികയാണെങ്കിൽ അത് നോക്കാം. ഏതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിഫ്റ്റി എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി എൻട്രി അപ്സൈഡിലേക്ക് എടുക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നിൽക്കുന്നത്. ബാങ്ക് കുറച്ചും കൂടി മുകളിൽ പോലെ നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാങ്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിഫ്റ്റിയിൽ എൻട്രി എടുക്കാം. അതായത് നമ്മുടെ ഓർഡറൊക്കെ റെഡി ആക്കി വെക്കാം. 350 ക്വാണ്ടിറ്റി, 100 സ്റ്റോപ്പ് ലോസ് 120. ഓക്കെ, നമുക്ക് ബൈ കൊടുക്കാം. 117 ലോ എടുത്തോ, 800 അവിടെ എത്തട്ടെ. ഓക്കെ, എന്താ പറയുക, 23,800 താഴേക്ക് ജസ്റ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് എൻട്രി എടുക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം, ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം. സ്പോട്ട് പ്രൈസ് 800 താഴേക്ക് വരട്ടെ. 720 താഴെ വന്നിട്ട് നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡൺ. നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. 117 എൻട്രി കിട്ടിയത്. 350 ക്വാണ്ടിറ്റി. സ്റ്റോപ്പ് ലോസ് നമ്മൾ എന്താണ് സെറ്റ് ചെയ്തത്, 2,000 റുപ്പീസ് ആയിരിക്കും ലോസ് വരിക. 6 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് വരികയാണെങ്കിൽ ഈ ഒരു സിങ് ഹൈ അല്ലെങ്കിൽ പ്രീവിയസ് ഡേൻ്റെ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു 1:7-8 റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ നല്ല മൊമെൻ്റ് ഉണ്ട്. മാർക്കറ്റ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ. 3,000 സംതിങ് ഒക്കെ ആയിട്ടുണ്ട് പ്രോഫിറ്റ്. വരട്ടെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റാണ്, അതുപോലെ ടാർഗറ്റ് ഏരിയ സെറ്റാണ്. ടാർഗറ്റ് ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇനി മാർക്കറ്റ് ഇന്നത്തെ ഒരു സിങ് ഹൈ ഉണ്ടല്ലോ, ഇന്നത്തെ ഹൈ എത്തിയാലും നമുക്ക് ഇറങ്ങാം. കാരണം അവിടെ എത്തിയാലും ഇപ്പോൾ 1:6 റേഞ്ചിലൊക്കെ ഈസി ആയിട്ടുണ്ടാവും. കാരണം നല്ല പോയിൻറ്റ്സ് ഉണ്ട് അങ്ങോട്ട്. ഇന്നത്തെ ഹൈയിലേക്ക് ഏകദേശം 70 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. 70 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് 35 പോയിൻറ്റ് 35-40 റേഞ്ചിലേക്ക് ടാർഗറ്റ് വരേണ്ടതാണ്. 70 പോയിൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു സ്പൈക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് 6,000 ഒക്കെ പ്രോഫിറ്റ് ആയിട്ടില്ലേ. വെയിറ്റിംഗ് ആണ്. ഇതും ഞാൻ ഇന്ന് സ്റ്റുഡൻസിൻ്റെ കൂടെ ലൈവ് ആട്ടോ. അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ഈ ഒരു സെഷനൊക്കെ. പിന്നെ ആ ഒരു ഇത് പോവാത്ത രീതിയിൽ വോയിസ് ഓവർ കൊടുക്കുക. കാരണം ആ ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഒരു 8,000 സംതിങ്, 9,000ലേക്ക് 8,000 സംതിങ്, 9,000. ഓക്കെ, 9,400, 700, 10,000 റേഞ്ചിലായിട്ടുണ്ട്. നിയർലി 1:5 റേഞ്ചിലായിട്ടുണ്ട് അല്ലേ. 1:5 റേഞ്ചിലായിട്ട് നമ്മൾ ലോസ് 2,000 പ്രോഫിറ്റ് 10ൻ്റെ അടുത്തെത്തി. പക്ഷേ 10-ലധികം ആയിട്ടില്ല, 10 എത്തിയിട്ടില്ല, ജസ്റ്റ് തൊട്ടടുത്ത് 9,700 വരെ പോയി. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ നമ്മുടെ റൂളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തിയാൽ മാത്രമേ നമ്മൾ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഏതായാലും ഞാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ.
അയ്യോ നമ്മുടെ എസ് എൽ പോയല്ലോ. ടാർജറ്റ് വരെ പോയ സാധനം എസ് എല്ലിലേക്ക് അടിച്ചിട്ടുണ്ട്. നമുക്ക് 100 ലോസ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 9:34 എക്സിറ്റ് അല്ലേ, 4 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, കുറച്ചുകൂടി പോയിരുന്നെങ്കിൽ നമ്മുടെ ടാർജറ്റ് എത്തിയിരുന്നു. പക്ഷേ റൂൾസ് ആർ റൂൾസ്, നമ്മൾ പെർഫെക്റ്റ് എൻട്രി എക്സിറ്റ് ഒക്കെ റെഡി തന്നെയാണ്. മീൻസ് നമ്മൾ റൂള് ഒന്നും വയലേറ്റ് ചെയ്തില്ല, എക്സാക്ട്ലി റൂള് വലിച്ചു. ഇതിൻ്റെ ഇടയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. പ്രോബ്ലം അല്ല, ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്ത് അപ്പ് സൈഡ് ലിക്വിഡിറ്റി എടുത്ത് ഡൗൺ സൈഡിലേക്ക് എൻട്രി തരാൻ പറ്റിയ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ഓൾറെഡി ബാങ്കിൽ ടാപ്പ് ചെയ്ത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി ഏരിയ. എക്സാക്ട്ലി ആ ഏരിയയാണ് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വരുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മൾ നിഫ്റ്റിയിൽ എൻട്രിയിലായിരുന്നു, ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടില്ല, എൻട്രി വന്നിട്ടും ഇല്ല കേട്ടോ. പക്ഷേ ആ ഒരു സമയത്ത് അത് എക്സാക്ട്ലി ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് ഇറങ്ങിയപ്പോൾ നിഫ്റ്റിയും പോയി എന്നുള്ളതാണ്. കുഴപ്പമില്ല, നമ്മൾ എന്താ പറയുക, ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു ചെറുതായിട്ട് അപ്സൈഡ് പോകുമെന്നുള്ളൂ, പക്ഷേ അവിടെ വരെ എത്തിയിട്ടില്ല. ഏതായാലും ഞാൻ നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഇനി നല്ല ചാൻസ് വരട്ടെ. സമയം 10:39 ആയിട്ടുണ്ട്. നമുക്കൊരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി ഒരു ലിക്വിഡിറ്റി, നമ്മൾ ഡെയിലിൻ്റെ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത ഒരു ഏരിയയിലാണ് ബാങ്ക് നിഫ്റ്റി. 50,900 ഒരു കോൾ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. 105 ക്വാണ്ടിറ്റി, സ്റ്റോപ്പ് ലോസസ് 20 പോയിന്റ്സ് സെറ്റ് ചെയ്യാം. മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്ത് ഒന്ന് താഴെ വരട്ടെ. നല്ല ഫാളാണ് മാർക്കറ്റ് കേട്ടോ. വെയിറ്റിംഗ്. നിഫ്റ്റിൻ്റെ അവസ്ഥ എന്താ? നിഫ്റ്റി ഇതേപോലെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഫേക്ക് ഔട്ടാണ്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൻ്റെ വാരി കാണിച്ച് താഴേക്ക് വരുന്നുണ്ട്. ബാങ്കിൽ ഒരു എൻട്രി എടുക്കാം, ഒരു അപ്സൈഡിലേക്കുള്ള എൻട്രി എടുക്കാം. ഓക്കെ, ജസ്റ്റ് ബൈ ചെയ്യാം. നമുക്ക് 183 എൻട്രി കിട്ടിയത്. സ്റ്റോപ്പ് ലോസ് 163 റേഞ്ചിലൊക്കെ ആയിരിക്കും. ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ. മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സൽ തരും, അപ്സൈഡിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ്. സെക്കൻഡ് ട്രേഡ് ടാർജറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ട്രേഡ് നോക്കാം. ഏതായാലും സെക്കൻഡ് ട്രേഡ് നിഫ്റ്റി ഇതേപോലെ ട്രെൻഡ് ലൈൻ ഫേക്ക് ഔട്ട് ചെയ്ത് താഴേക്കും വരുന്നുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ടല്ലോ, ഒരു ട്രാപ്പ് ട്രേഡിംഗ് സിസ്റ്റം പോലെ താഴേക്കും വരുന്നുണ്ട്. ഇനി നിഫ്റ്റി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ ലോ എടുത്തിട്ട് മുകളിലേക്ക് പോയാൽ അടിപൊളി. പക്ഷെ ബാങ്ക് ഇന്നത്തെ ഡേ ലോഡ് വീണ്ടും എടുത്തിട്ടോ, പറഞ്ഞ് താഴേക്ക് ഇറങ്ങാമോ, RSL പോകുന്നേക്ക് തോന്നുന്നു. ഓ മൈ ഗാഡ്. സെക്കൻഡ് ഇന്നത്തെ 2 ട്രേഡും വെറുതെ പോയോ സംശയം. എല്ലാം തിരിച്ചു കയറുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഏതായാലും നോക്കാം. ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാൻ വേണ്ടി വരില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഡൗൺ സൈഡിലേക്ക് വരുവാണെന്നാണ് തോന്നുന്നത്. നോക്കാം നമുക്ക്. അതായത് മാർക്കറ്റിൽ നമുക്ക് ഓവറോൾ ബെയറിഷാണ്, പക്ഷേ നമുക്ക് രണ്ടും എൻട്രിയും ചാൻസ് കിട്ടിയത് അപ്സൈഡിലേക്കല്ലേ. ഓൾറെഡി നിഫ്റ്റിയിലും ബാങ്കിലും അപ്സൈഡിലേക്ക് തന്നെ എൻട്രി കിട്ടിയിട്ട് ലിക്വിഡിറ്റി ഏരിയയുടെ. നേരെ മറിച്ച് ബാങ്കിൽ മുകളിൽ നേരത്തെ നമ്മൾ നിഫ്റ്റിയിലെ ഒരു SL അടിച്ച സമയമുണ്ടല്ലോ, ആ SL അടിച്ച സമയത്ത് ബാങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി ഉണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് എൻട്രി മീൻസ് നിഫ്റ്റിയിലൊരു എൻട്രിയിലായിരുന്നു. പക്ഷേ അത് പ്രോപ്പർ എൻട്രി നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് വന്ന് എന്നല്ലാതെ നമുക്ക് എക്സാക്ട്ലി ലിക്വിഡിറ്റി ഏരിയ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് കുറേ ഇന്നലെയും മഞ്ഞാന്നൊക്കെ നന്നായിട്ട് അപ്പ് സൈഡും ഡൗൺ സൈഡും ലിക്വിഡിറ്റി ഏരിയ ബാങ്കിൻ്റെയും ഒക്കെ മുകളിലേക്ക് താഴേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ബാങ്ക് ലാസ്റ്റ് കലാശക്കൊട്ടായത് കൊണ്ടാണ് തോന്നുന്നുണ്ട് ബാങ്കിൻ്റെ പ്രൈസ് ആക്ഷൻ ഒരു മാർക്കറ്റ് എന്താ പറയുക, ബാങ്ക് ലാസ്റ്റ് എക്സ്പയറി വീക്കിൽ ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്താണ്. ആ ട്രേഡും കൂടെ SL അടിച്ചാൽ ഇനി ട്രേഡ് ചെയ്യണമെന്നുള്ളതാണ്. നോക്കാം, SL അടിച്ചാലല്ലേ. SLലേക്ക് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ഒഴുക്ക് കണ്ടിട്ട് നിഫ്റ്റിയൊക്കെ നല്ല താഴേക്ക് വരുന്നുണ്ടല്ലേ. SL അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ ട്രേഡും നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ നമുക്ക് 4,000 അടുത്ത് 4 ആയില്ല ഭാഗ്യല്ലേ. 3,989 അതായിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ 2 ട്രേഡ് SL. അപ്പോൾ ഇനി നല്ല ചാൻസ് വരികയാണെങ്കിൽ നോക്കാം. നമുക്ക് അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്ക് നോക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഒരൊറ്റ ട്രേഡും കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം. ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരൊറ്റ ട്രേഡും കൂടി എടുക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ചാൻസ് വരട്ടെ. നിഫ്റ്റി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴെ വന്നിട്ടുണ്ട് മാർക്കറ്റ്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്, ട്രെൻഡ് ലൈൻ അപ്സൈഡിലേക്ക് കയറിയ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് നിഫ്റ്റിയിലും ഒരു ചാൻസ് ഉണ്ട് പ്രോബബിലിറ്റി മുകളിലേക്ക്. പക്ഷേ ഞാൻ എൻട്രി എടുത്തിട്ടൊന്നുമില്ല. നല്ല ചാൻസ് വരട്ടെ. സമയം 11:18. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നന്നായി മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഇപ്പം ഞാൻ അപ്സൈഡിലേക്ക് ഒരു എൻട്രി നോക്കുന്ന ഏരിയ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ആളുകൾ SL അടിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്.
ഞാൻ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്തെന്ന് നമുക്ക് രണ്ട് എടുക്കാം. ഓക്കെ, ബൈ ചെയ്യാം. ഒരു കോൾ ഓപ്ഷൻ 23.700 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ സൈഡ് ലിക്വിഡിറ്റി ഇതുവരെ ടാപ്പ് ചെയ്യുന്നൊന്നുമില്ല. ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആട്ടത്. ഇനി ട്രേഡ് ഇല്ല. മാക്സിമം ഇന്നത്തെ നമ്മുടെ ലിമിറ്റ് 2 ലെസ്സിൽ വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ട്രേഡാണ്. ഈ ട്രേഡിൽ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ട്രേഡും കൂടി വേണേൽ പ്ലാൻ ചെയ്യാം. കാരണം ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. അവിടെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് അടിപൊളി ട്രേഡ് നോക്കാം. കാരണം താഴേക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ഇൻ കേസ് ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ. SL ആണെങ്കിൽ ഇന്നില്ല, SL ആണെങ്കിലും ഇല്ല. പിന്നെ അതുമല്ല ഇതൊരു കൗണ്ടർ ട്രേഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല ബാരിഷ് മൊമെൻറ്റത്തിൽ സൈഡിലേക്കാണ് ഇപ്പോൾ ഇന്ന് കയറി വീണ്ടും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു 1:2 എബോവ് ഒക്കെ വരികയാണെങ്കിൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും, ഇല്ലെങ്കിൽ SL കൊടുക്കും. അത്രേ ഉള്ളൂ. നോക്കാം. മാക്സിമം 2 SL തന്നിട്ടുണ്ട്. ഇനി റിസ്ക് എടുക്കാൻ വയ്യ. മൂന്നാമതൊരു XL നമ്മുടെ റിസ്കിൻ്റെ ഓവറാവും. അതായത് മാക്സിമം നമ്മളൊരു ദിവസം 6000 റേഞ്ചിലാണ് നമ്മുടെ ലോസ്. അതിൻ്റെ അപ്പുറത്തേക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യില്ല വെച്ചാൽ അത് പിന്നെ നമുക്ക് ഇമോഷണലി പ്രശ്നം വരും എന്നുള്ളതുകൊണ്ട് തന്നെ മാക്സ് ലോസ് അത്രയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ട്രേഡ് ഇല്ല. അല്ലെങ്കിൽ ഇനി ട്രേഡ് ചെയ്യുന്നില്ല കേട്ടോ. മാക്സിമം 3 ട്രേഡേ ഉള്ളൂ. ഇനി ആവില്ല. ഇനിയിപ്പോൾ ഇന്ന് ടാർഗറ്റ് അടിച്ചാൽ ഇനി ചെയ്യുന്നില്ല. സമയം 11:20. നമുക്ക് ഇൻ കേസ് SL അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേറെ പരിപാടികളുണ്ട്. അതായത് ഞാൻ നമ്മുടെ ഫോറക്സ് ട്രേഡിൽ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ഉണ്ടല്ലോ, അതായത് ജസ്റ്റ് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് ഏതായാലും ഫ്രീ ടൈമിൽ ചാർട്ടൊക്കെ നോക്കിയിട്ട് നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം. പറഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും നമ്മുടെ ലിക്വിഡിറ്റിയിൽ നിന്ന് എപ്പോഴും മൂവ്മെൻറ്റ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ നേരത്തെ ഫസ്റ്റ് ട്രേഡ് ഉണ്ടല്ലോ, നമ്മൾ 10,000 വരെ പോയിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് SL-ലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏരിയകളിൽ എപ്പോഴും സൈഡിലേക്കും ഡൗൺ സൈഡിലേക്കും പോകാറുണ്ട്. അത് സഡൻ സ്പൈക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. അതിനുശേഷം ചിലപ്പോൾ SL അടിക്കാം, അതൊക്കെ അടിക്കാം. പിന്നെ അതിനുശേഷം നമ്മുടെ കയ്യിലല്ല. പക്ഷെ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് പ്രൈസിന് ഒരു മൊമെൻറ്റ് ഉണ്ടാവാറുണ്ട്. അതാണ് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സെറ്റപ്പിൻ്റെ ഒരു ഗുണം എന്നുള്ളത് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അടിക്കുകയാണെങ്കിൽ പോട്ടെ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ സ്പൈക്ക് കിട്ടാറുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് ആ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് എല്ലാവരും ചോദിക്കുന്ന പലരും ഡൗട്ടായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ എങ്ങനെ 20 പോയിൻറ്റ് വെക്കുക എന്നൊക്കെ. അതിൻ്റെ റീസൺ ഇതാണ്. അടിക്കുകയാണെങ്കിൽ നേരെ കൊന്നിട്ട് അടിച്ചങ്ങ് പോകും. ഇനി ഇല്ലെങ്കിൽ ഒരു മൊമെൻ്റ് എപ്പോഴും പൊതുവേ ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, 2000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റിൽ വരുന്നുണ്ടല്ലേ. മാർക്കറ്റ് ഒരു പോകും തോന്നുന്നുണ്ട് മുകളിലേക്ക് തന്നെ. എന്താണ് ചെയ്യുക? 3000 വന്നിട്ടുണ്ട്. പറക്കട്ടെ. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ SL അടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ട്രേഡിലും 7000-ൻ്റെ ഒക്കെ അടുത്ത് പ്രോഫിറ്റ് കാണിച്ചിട്ടാണ് തിരിച്ചു വന്നത് മാർക്കറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല 1:2 എബോവ് ആയി. 4000-ൻ്റെ എബോവ് വന്നപ്പോൾ തന്നെ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഒരു കൗണ്ടർ ട്രേഡ് പോലെ, മാർക്കറ്റ് സ്റ്റിൽ ബെയറിഷ് ട്രേഡിനാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. നമുക്ക് ഒരു സൈഡ് ലിക്വിഡിറ്റി എടുത്താൽ താഴേക്ക് നോക്കായിരുന്നു, അതിന് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളെ നമ്പർ ഓഫ് ട്രേഡ്സ് 3 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നൊരു ട്രേഡ് കൂടി പ്ലാൻ ചെയ്യാം. കുഴപ്പമില്ല. ഇനി നാളെ നോക്കാം. ഇനി വെറുതെ ട്രേഡ് ചെയ്യണ്ട. മാർക്കറ്റ് ഇന്ന് ലാസ്റ്റ് ഡേ, ബാങ്കിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് അറിയില്ല. ഞാൻ ഏതായാലും ഇന്ന് ട്രേഡ് ചെയ്യുന്നില്ല. നാളെ നോക്കാം. നമുക്ക് നമ്മുടെ 3 ട്രേഡും കൂടെ കാണാം, എല്ലാം കാണാം. 4000 കറക്റ്റ് ലോസ് ആയില്ലേ? കുഴപ്പമില്ല. ഏതായാലും താങ്ക് യു. ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം. ബൈ.